ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് വൈകിട്ടത്തെ വീക്കെൻഡ് എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ആദ്യത്തെ പ്രൊമോ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, ലാലേട്ടൻ്റെ സംഹാര താണ്ഡവമാണ് നമുക്ക് പ്രൊമോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രൊമോ തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ലാലേട്ടൻ ഒരു ബെഡിൽ കിടന്നുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശേഷം ലാലേട്ടൻ പറയുകയാണ്, ബിഗ് ബോസ് വീട്ടിൽ പോയ ആഴ്ചയുടെ തുടക്കത്തിൽ ഡാൻസ് മാരത്തൺ ടാസ്ക് ഒരുക്കിയ രസനിമിഷങ്ങളുടെ ആകാശമായിരുന്നു. എങ്കിലും പോകെ പോകെ അടുക്കള പോരാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ ആകാശം മേഘാവൃതമാക്കി. സീക്രട്ട് ടാസ്കിൻ്റെ ആവേശം കെടുത്തിയ നിലപാട് അസ്വസ്ഥതയുടെ പൊടിക്കാറ്റ് പടർത്തി. ടാസ്കിന് ശേഷം അർദ്ധരാത്രിയുണ്ടായ സംഘർഷത്തിൻ്റെ ഇടിവെട്ടും പേമാരിയും ഏത് ടാസ്കിന് ശേഷവും വഴക്കിൻ്റെ പെരുമഴ എന്ന പതിവ് തെറ്റിച്ചില്ല. പക്ഷേ ബിഗ് ബോസ് ഷോയിൽ PR വർക്കിൻ്റെ ചുഴലിക്കാറ്റടിച്ചാലും ചൂട് മാറില്ല. അതിന് കൃത്യമായ ഗെയിം പ്ലാനിൻ്റെ കുളിർമഴ തന്നെ പെയ്യണം. നോക്കാം അവിടുത്തെ ഇന്നത്തെ കാലാവസ്ഥ എന്താകും എന്ന്. പ്രൊമോയിലൂടെ ലാലേട്ടൻ ആര്യനെയും ഷാനവാസിനെയും എടുത്തിട്ട് അലക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ആ ഒരു അർദ്ധരാത്രി ഉണ്ടായ അല്ലെങ്കിൽ രാത്രി ഉണ്ടായ ആ ഒരു വിഷയം, അതിൽ ആര്യൻ വെറുതെ ഒന്ന് നിൽക്കുന്നു, ഷാനവാസ് നേരെ പോയിട്ട് ആര്യനെ തള്ളുകയായിരുന്നു. സത്യത്തിൽ അതൊരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പരിധിയിൽ വരില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമുക്ക് കാത്തിരിക്കാം എങ്ങനെയായിരിക്കും ലാലേട്ടൻ ഈ ഒരു വിഷയത്തെ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത്. മറ്റൊന്ന് PR വർക്കിനെ കുറിച്ച് ലാലേട്ടൻ ഈ ഒരു പ്രൊമോയിൽ സൂചിപ്പിക്കുന്നത്, PR വർക്കിൻ്റെ ചുഴലിക്കാറ്റ് അടിച്ചാലും ചൂട് മാറില്ല. അതിന് കൃത്യമായ ഗെയിം പ്ലാനിൻ്റെ കുളിർമഴ തന്നെ പെയ്യണം എന്നതാണ്. അതായത് ബിഗ് ബോസ് എന്നുള്ള ഈ ഒരു ഷോയിലേക്ക് പോകുന്ന പല മത്സരാർത്ഥികൾക്കും പല രീതിയിലുള്ള PR വർക്കുകളുണ്ട്. ചെറിയ രീതിയിലുള്ള PR വർക്കൊന്നും ഇല്ലാതെ ആരും തന്നെ ആ ഒരു ഷോയിലേക്ക് കയറില്ല. പിന്നെ പലരും PR വർക്കില്ല എന്ന് പറയുമ്പോഴും കോമൺ സെൻസുള്ള എല്ലാവർക്കും കാര്യം മനസ്സിലാക്കാവുന്നത് മാത്രമാണ്. എന്നാൽ PR വർക്കിൻ്റെ ബലത്തിൽ മാത്രം ആ ഒരു ഷോയിൽ വിജയിക്കുക, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ വിന്നർ ആവുക, അല്ലെങ്കിൽ ഒരു ടോപ്പ് 10 ടോപ്പ് 5 വരിക എന്നത് അസാധ്യമാണ്. അതിന് വ്യക്തമായ ഗെയിം പ്ലാനുകളും സ്ട്രാറ്റജികളും വേണം എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമല്ലേ പ്രേക്ഷകർക്ക് ഒരു വ്യക്തിയോടുള്ള ആ ഒരു ഇഷ്ടം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ യാതൊരുവിധ ഗെയിം പ്ലാനും ഇല്ലാത്തൊരു വ്യക്തി PR വർക്കിൻ്റെ ബലത്തിൽ മാത്രം ആ ഒരു ഷോയിൽ തുടരുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സമ്മതിച്ചു തരാൻ നമുക്ക് സാധിക്കില്ല. സോ നമുക്ക് കാത്തിരിക്കാം ഇന്ന് ലാലേട്ടൻ എന്തൊക്കെയായിരിക്കും വൈകുന്നേരം ചോദിക്കാൻ പോകുന്നത്, ആരെയൊക്കെയാണ് ലാലേട്ടൻ ഇന്ന് എയറിലേക്ക് പറത്തുന്നത് എന്നുള്ളതെല്ലാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ